أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ഇന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലെ ചില സറായ അഥവാ ശരിയത്തുകളെ സംബന്ധിച്ച് പറയുന്നതാണ്. ഇതിൽ ആദ്യത്തേത് ബനു അസദ് ഗോത്രത്തിൻ്റെ കലാപത്തെയും അതുപോലെ തന്നെ അബൂ സലമ സരിയയെക്കുറിച്ചുമുള്ളതാണ്. സറായ എന്നതിൻ്റെ വിവക്ഷ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുക്കാത്തതും എന്നാൽ മറ്റുള്ളവരെ നിയോഗിച്ചയച്ചതുമായ യുദ്ധങ്ങളാണ്, സൈനിക നീക്കങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുക്തിബോധത്തെ പറ്റിയും എങ്ങനെയാണ് മുസ്ലിങ്ങളെ പ്രതിരോധിച്ചതെന്നും പിന്നെ ശത്രുക്കളോട് പോലും എത്രമാത്രം അനുകമ്പ കാണിച്ചുവെന്നുമുള്ള കാര്യത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമ സ്വഭാവ ചിത്രം, ഉത്തമ ജീവിത രീതികളെ സംബന്ധിച്ച് ഈ സറായ സൈനിക നീക്കങ്ങൾ വെളിച്ചം വീശുന്നുണ്ട്. ഈ സരിയ ഹിജ്റ 4-ാം വർഷം മുഹറം മാസത്തിലാണ് സംഭവിച്ചത്. ഇതിൻ്റെ നേതൃത്വം വഹിച്ചത് ഹദരത്ത് അബൂ സലമ ബിൻ അബ്ദുൽ അസദ് മുഖ്ദർമി ആയിരുന്നു. അബൂ സലമയുടെ പേര് അബ്ദുള്ള എന്നായിരുന്നു. അബൂ സലമ എന്നത് കുഞ്ഞിയത്ത് വിളിപ്പേരായിരുന്നു. അദ്ദേഹത്തിൻ്റെ മാതാവ് ബറ ബിൻത് അബ്ദുൽ മുത്തലിബ് ആയിരുന്നു. ഇദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരി പുത്രനും ഹദ്റത്ത് ഹംസയുടെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനുമായിരുന്നു. ഇദ്ദേഹം അബൂലഹബിൻ്റെ അടിമ സ്ത്രീയായ സുവൈബയുടെ പാൽ കുടിച്ചിട്ടുണ്ട്. ഹദ്റത്ത് ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സൽമ ആദ്യം ഇവരുടെ ഭാര്യയായിരുന്നു. ഹദ്റത്ത് അബൂ സലമ ബദർ ഉഹുദ് യുദ്ധങ്ങളിൽ ഭാഗഭാക്കായിട്ടുണ്ട്. ഉഹുദ് യുദ്ധത്തിൽ ഇദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. 1 മാസത്തോളം കാലം ചികിത്സ എടുക്കേണ്ടിയും വന്നിരുന്നു. പിന്നെ പ്രത്യക്ഷത്തിൽ പരിക്ക് ഭേദമായെങ്കിലും അത് പിന്നീട് പരക്കുകയുണ്ടായി. ആർക്കും അക്കാര്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സൈനിക നീക്കത്തിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാകുന്നു. മദീനയിൽ വസിക്കുന്ന മുനാഫിക്കീങ്ങളും യഹൂദികളും ഉഹുദ് യുദ്ധത്തിൻ്റെ അവസ്ഥകളും സംഭവങ്ങളും കാരണം സന്തോഷിക്കാൻ തുടങ്ങിയിരുന്നു. മുസ്ലിങ്ങളെ എത്രയും വേഗം നശിപ്പിക്കാൻ പദ്ധതിയിടാമെന്നും അവർ മനസ്സിൽ കരുതി. അതുപോലെ തന്നെ ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ലഭ്യമായ മഹത്തായ വിജയത്തിൽ ഭയപ്പെട്ട് കഴിഞ്ഞിരുന്ന മദീനക്ക് ചുറ്റുപാടുമുണ്ടായിരുന്ന ഗോത്രങ്ങളും ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് വമ്പിച്ച നഷ്ടം സംഭവിച്ചിരിക്കുന്നുവെന്നും അതുകൊണ്ട് മുസ്ലിങ്ങളെ ആക്രമിച്ച് കൂടുതൽ നഷ്ടങ്ങൾ വരുത്തുകയും അങ്ങനെ അവരെ കൊള്ളയടിച്ച് അവരുടെ സമ്പത്ത് തട്ടിയെടുക്കാമെന്നും ചിന്തിച്ചു തുടങ്ങി. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് 2 മാസം മാത്രമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ഗോത്രങ്ങളിൽ ഏറ്റവും അധികം മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പദ്ധതിയിട്ടത് ബനു അസദ് ബിൻ ഖുസൈമ ആയിരുന്നു. ഇക്കൂട്ടർ നജദിലായിരുന്നു വസിച്ചിരുന്നത്.
ഈ ഗാത്രത്തിൻ്റെ തലവൻ തുലൈഹ ബിൻ ഖുവൈലിദും അയാളുടെ സഹോദരൻ സൽമ ബിൻ ഖുവൈലിദും ജനങ്ങളെ ഒരുമിച്ച് കൂട്ടി ഒരു സൈന്യം സജ്ജമാക്കി. ബനു അസദിലെ ഒരു വ്യക്തിയായ കയസ് ബിൻ ഹാരിസ് ബിൻ ഉമേർ തൻ്റെ ഗോത്രത്തോട് മുസ്ലിങ്ങളുമായി യുദ്ധം ചെയ്യരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ എൻ്റെ സമുദായമേ, ഇത് ബുദ്ധിപരമായ നീക്കമല്ല. നമുക്ക് മുസ്ലിങ്ങളിൽ നിന്നും ഒരു നഷ്ടവും നേരിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് മുസ്ലിങ്ങൾ നഷ്ടം വരുത്തിയിട്ടുമില്ല. അവർ നമ്മളെ കൊള്ളയടിക്കാൻ യുദ്ധം ചെയ്തിട്ടുമില്ല. നമ്മുടെ പ്രദേശം യസ്രിബ്, അതായത് മദീനയിൽ നിന്നും ദൂരെയുമാണ്. നമ്മുടെ പക്കൽ ഖുറൈശികൾക്കുള്ളതുപോലെ സൈന്യവുമില്ല. ഖുറൈശികൾ നീണ്ടകാലമായി അറബികളോട് സഹായം തേടിക്കൊണ്ടിരുന്നു. മാത്രമല്ല അവർക്ക് ഇവരോട് പകരം വീട്ടാനുമുണ്ട്. പിന്നെ ഒട്ടകങ്ങളിൽ സവാരി ചെയ്തുകൊണ്ടും കുതിരപ്പട്ടാളത്തെ നയിച്ചുകൊണ്ടുമാണ് അവർ നീങ്ങുന്നത്. 3000 യോദ്ധാക്കളെയും തങ്ങളുടെ അനുയായികളുടെ വലിയൊരു സൈന്യത്തെയും കൂടെ അവർ കൂട്ടിയിട്ടുണ്ട്. വളരെയേറെ ആയുധ കോപ്പുകളുമുണ്ട്. അവർക്ക് മുന്നിൽ നിങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? നിങ്ങൾ ഏറെക്കുറെ 300 പേരുമായിട്ടാണ് പോകുക. ഇങ്ങനെ നിങ്ങൾ സ്വയം വഞ്ചിതരാകുന്നതും സ്വന്തം നാട്ടിൽ നിന്ന് അകന്നു പോകുന്നതുമാണ്. നിങ്ങൾ ആപത്തുകളിൽ അകപ്പെടുമോ എന്നും ഞാൻ ശങ്കിക്കുന്നു. എന്നാൽ അവർ കയസിൻ്റെ ഈ ഉപദേശം സ്വീകരിച്ചില്ല. അതേസമയം ബനു അസദ് മദീനയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നു എന്ന കാര്യം ആ അറിയിപ്പ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിന് ലഭിക്കുകയും ചെയ്തു. ത്വയ് ഗോത്രത്തിലെ വലീദ് ബിൻ സഹീർ മദീനയിൽ തൻ്റെ സഹോദരപുത്രിയായ സൈനബിനെ കാണാൻ വന്നിരുന്നു. ഇവർ തുലൈബ് ബിൻ ഉമേർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയായിരുന്നു. അദ്ദേഹം വന്ന് ബനു അസദിൻ്റെ മേൽ പദ്ധതിയെപ്പറ്റി അറിയിപ്പ് നൽകിയപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബനു സഅദ് മദീനയെ ആക്രമിക്കുന്നതിന് മുമ്പേ മുസ്ലിങ്ങൾ തങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അവരെ ആക്രമിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ സലമ ബിൻ അബ്ദുൽ അസദിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് ഇപ്രകാരം നിർദ്ദേശം നൽകി: നിങ്ങൾ ഈ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടണം. ഞാൻ നിങ്ങളെ ഇതിൻ്റെ ഈ നേതൃത്വം ഏൽപ്പിക്കുന്നു. തുടർന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പതാക കെട്ടിയ ശേഷം പറഞ്ഞു: ബനു അസദിൻ്റെ സൈന്യം നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടുന്നതിന് മുമ്പേ അവരുടെ പ്രദേശത്തേക്ക് എത്തി അവരെ ആക്രമിക്കുക. 150 സഹാബകളുടെ സൈന്യമാണ് അബൂ സലമയുടെ നേതൃത്വത്തിൽ അവരെ പരാജയപ്പെടുത്താൻ പുറപ്പെട്ടത്. ത്വയ് ഗോത്രത്തിലെ വലീദ് ബിൻ സുഹൈർ വഴികാട്ടിയായി അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഈ സരിയയിൽ പങ്കെടുത്ത ഏതാനും സഹാബാക്കളുടെ പേര് ഇപ്രകാരമാകുന്നു: അബൂ സബ്ര ബിൻ അബി റഹം, അബ്ദുല്ല ബിൻ സുഹൈൽ ബിൻ അമ്ര, അബ്ദുല്ല ബിൻ മുഖ്രിമ ഉംരി, മുഅത്ത് ബിൻ ഫദിൽ, അർക്കം ബിൻ അബി അർക്കം, അബൂ ഉബൈദ ബിൻ ജറ, സുഹൈൽ ബിൻ ബൈദ, ഉസൈദ് ബിൻ ഹുലൈർ അൻസാരി, അബ്ബാദ് ബിൻ ബിഷർ അൻസാരി, അബു നൈല അൻസാരി, അബു അബസ് ഖതാദ ബിൻ നുഅ്മാൻ, നദർ ബിൻ ഹാരിസ്, അബു ഖതാദ അൻസാരി, അബു അയാഷ് സുറഖി, അബ്ദുല്ല ബിൻ സെയ്ദ് അൻസാരി, ഖുബൈബ് ബിൻ യസാഫ്, സാദ് ബിൻ അബി വക്കാസ്, അബു ഹുസൈഫ ബിൻ ഉത്ബ, സാലിം മൗല അബു ഹുസൈഫ. എത്രയും വേഗം ശത്രുക്കളുടെ അടുത്തെത്തുന്നതിന് വേണ്ടി സ്വഹാബാക്കൾ തങ്ങളുടെ നീക്കം രഹസ്യമാക്കി വെച്ചുകൊണ്ട് പൊതുവഴിയിൽ നിന്ന് മാറി ആണ് വളരെ ദ്രുതഗതിയിൽ സഞ്ചരിച്ചത്. അവർ രാപ്പകൽ തുടർച്ചയായി യാത്ര ചെയ്തു. ഒരു നിവേദനമനുസരിച്ച് ഇവർ പകൽ സമയത്ത് ഒളിച്ചിരിക്കുകയും രാത്രി യാത്ര തുടരുകയും ചെയ്തിരുന്നു. അങ്ങനെ 4 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവർ ഖത്തൻ എന്ന മലയുടെ അടുത്തെത്തി. ഖത്തനെ സംബന്ധിച്ച് പറയുന്നത് ഇത് ഫൈദിനടുത്തുള്ള ഒരു മലയുടെ പേരാകുന്നു. ഫൈദ് കൂഫയിലേക്കുള്ള വഴിയിൽ ബനു അസദ് ബിൻ ഖുസൈമയുടെ അരുവി ഒഴുകുന്ന സ്ഥലത്തിൻ്റെ പേരാകുന്നു. മുസ്ലിങ്ങൾ അവിടെ എത്തിയതും ആക്രമണം നടത്തി അവരുടെ വളർത്തു മൃഗങ്ങളെ കൈക്കലാക്കി അവരുടെ 3 ഇടയന്മാരെ പിടികൂടി. മറ്റുള്ളവർ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടവർ ബനു അസദിൻ്റെ താവളത്തിലെത്തി മുസ്ലിം സൈന്യം എത്തിയതിനെയും അവർ ആക്രമിച്ചതിനെയും പറ്റി അറിയിപ്പ് കൊടുത്തു. മാത്രമല്ല അബൂ സലമയുടെ സൈനിക ബലത്തെപ്പറ്റി വളരെ പെരുപ്പിച്ച് പറയുകയും ചെയ്തു. അതായത് ആട്ടിടിയന്മാർ വളരെ അതിശയോക്തി കലർത്തിയ വലിയ സൈന്യമാണെന്ന് പറഞ്ഞപ്പോൾ അവർ അതിശയപ്പെട്ട് പറഞ്ഞപ്പോൾ അവർ ഭയപ്പെട്ടു പോയി. എത്രത്തോളം എന്നാൽ മുസ്ലിങ്ങൾ അവിചാരിതമായി എത്തിയ കാരണത്താൽ അവർ പേടി ചരണ്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. ഹജരത് അബൂ സൽമ
ബനു അസദിൻ്റെ താവളത്തിലെത്തിയപ്പോൾ അവർ അതായത് ശത്രുക്കൾ ഓടിപ്പോയതായി അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അവരെ അന്വേഷിക്കുന്നതിന് വേണ്ടി തന്റെ സംഘാംഗങ്ങളെ അയക്കുകയുണ്ടായി. ഹജരത് അബൂ സൽമ അവരെ മൂന്നായി തിരിച്ചു. ഒരു വിഭാഗം അദ്ദേഹത്തോടൊപ്പം അവിടെ തന്നെ തങ്ങി. ബാക്കി 2 കൂട്ടരെയും വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുകയും ചെയ്തു. അവരെ അയക്കുമ്പോൾ അവർക്ക് ഇപ്രകാരം നിർദ്ദേശം നൽകി: ശത്രുക്കളെ പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ദൂരം പിന്നിട്ട് പോകരുത്. ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നില്ലെങ്കിൽ തിരിച്ചു വന്ന് ഇവിടെ തന്നെ രാത്രി ഇവരുടെ കൂടെ കഴിച്ചു കൂട്ടുക. ചിന്നിച്ചിതറി പോകരുതെന്നും ഒന്നിച്ചു നിൽക്കണം, ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും അവർക്ക് കർശന നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ശത്രുക്കൾ പരിഭ്രാന്തരായി അതിശീഘ്രം അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടതിനാൽ മുസ്ലിങ്ങൾ ആളിൽ ആർക്കും തന്നെ അവരെ ഏറ്റുമുട്ടേണ്ടി വന്നില്ല. ഹജരത് അബൂ സലമ സകല സമരാർജിത സ്വത്തും ഗനീമത്ത് മുതലും എടുത്ത് മദീനയിലേക്ക് തിരിച്ചു പുറപ്പെടുകയും ചെയ്തു. വഴികാട്ടിയായി പോയ ആളും അവരോടൊപ്പം തിരിച്ചു വരികയുണ്ടായി. ഹജരത് അബൂ സലമ ഒരു രാത്രിയുടെ യാത്രയ്ക്ക് ശേഷം മല ഗനീമത്ത് മുതൽ വീതം വെക്കുകയുണ്ടായി. അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഹുമുസ് അതായത് 1/5 മാറ്റിവെക്കുകയും ചെയ്തിരുന്നു. വഴികാട്ടിക്ക് അയാളുടെ സന്തോഷത്തിന് അനുസൃതമായി സമ്പത്ത് കൊടുക്കുകയും ബാക്കി സഹാബാക്കൾക്കിടയിൽ വിതരണം ചെയ്യുകയുണ്ടായി. ഓരോ സഹാബിക്കും 7 ഒട്ടകങ്ങളും നിരവധി ആടുകളും ലഭിച്ചു. അങ്ങനെ ബാക്കി യാത്രയും സന്തോഷപൂർവ്വം പൂർത്തിയാക്കി. ഏകദേശം 10 ദിവസത്തിന് ശേഷം ഇവർ മദീനയിലെത്തി. ഹജരത്ത് അബൂ സലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് പറയുന്നു: ഹജരത്ത് അബൂ സലമയെ പറ്റി ഞാനിവിടെ പറഞ്ഞതുപോലെ അതിൻ്റെ റെഫറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വിവിധ ചരിത്രങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സീറത്ത് ഖാത്തമുൻ നബിയിലെയും കുറച്ച് ഭാഗങ്ങൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. ഏതായാലും ഹജരത്ത് അബൂ സലമയുടെ വഫാത്തിനെ സംബന്ധിച്ച് എഴുതുന്നു: ഹജരത്ത് അബൂ സലമ ഈ യുദ്ധത്തിന് വേണ്ടി 10-ലധികം രാത്രികൾ മദീനക്ക് പുറത്ത് കഴിച്ചു കൂട്ടുകയുണ്ടായി. ഉഹദിൽ അദ്ദേഹത്തിന് പറ്റിയ പരിക്ക് മദീനയിൽ തിരിച്ചെത്തിയ ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അങ്ങനെ അദ്ദേഹം രോഗിയാകുകയും ചെയ്തു. തുടർന്ന് അതേ വർഷം ജമാദിൽ ആഖിർ മാസം 3-ാം തീയതി അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. നേരത്തെ പരാമർശിച്ച ബനു അസദിലെ നേതാവായ തൽഹ ബിൻ ഖുവൈലിദ് വളരെ ധീരനായ വ്യക്തിയായിരുന്നു. അറേബ്യയിൽ 1000 പോരാളികൾക്ക് തുല്യനായി അയാളെ ഗണിച്ചിരുന്നു. നല്ല വാക്ചാതുരിയുള്ള വ്യക്തിയായിരുന്നു. ഹിജ്രി 9-ാം വർഷം ബനു അസദിലെ ഒരു സംഘത്തോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. പിന്നീട് മുർത്തദാവുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ വ്യാജ നുബുവത്ത് വാദം ഉന്നയിച്ചുകൊണ്ട് കുഴപ്പങ്ങൾക്കും കലാപങ്ങൾക്കും കാരണക്കാരനാകുകയും ചെയ്തു. ഒടുവിൽ പരാജയം നേരിട്ട് അറേബ്യയിൽ നിന്നും ഓടിപ്പോയി. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മദീനയിലെത്തി ഹസ്രത്ത് ഉമറിൻ്റെ കയ്യിൽ ബൈഅത്ത് ചെയ്തു, അനുസരണ പ്രതിജ്ഞ ചെയ്തു. അവസാനം വരെ ഇസ്ലാമിൽ സ്ഥിരചിത്തനായി നിലകൊള്ളുകയുണ്ടായി. ഖാദിസിയ അടക്കം നിരവധി യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് തൻ്റെ ധീരത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഹിജ്രി 21-ൽ ഒരു യുദ്ധത്തിൽ ഷഹാദത്ത് വരിക്കുകയും ചെയ്തു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ ശുഭപര്യവസാനമാക്കി മാറ്റാൻ ഉദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് അവസാനം ഇസ്ലാം സ്വീകരിക്കാൻ സൗഭാഗ്യം ലഭിക്കുകയുണ്ടായി. ഇനി ഹജരത്ത് അബ്ദുല്ല ബിൻ ഉനൈസിൻ്റെ സരിയത്തിനെ സംബന്ധിച്ചുള്ള പരാമർശമാണുള്ളത്. ഹജരത്ത് അബ്ദുല്ല ബിൻ ഉനൈസ് ജുഹനി അൻസാറിലെ ബനു സലമയുടെ കൂട്ടുകാരനായിരുന്നു. ഇദ്ദേഹം ബൈഅത്തെ ഉഖ്ബ സാനിയയിലും ബദർ, ഉഹദ് തുടങ്ങി നിരവധി യുദ്ധങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. മാത്രമല്ല ബനു ഉസദിലെ ബനു സലമയുടെ വിഗ്രഹഭഞ്ജനം ചെയ്തവരിലും വിഗ്രഹം പൊളിച്ചവരിലും ഉൾപ്പെടുന്നു. ഹജരത്ത് അബ്ദുല്ല ബിൻ ഉനൈസ് സിറിയയിൽ ഹിജ്റ 54-ാം വർഷം ചില നിവേദനങ്ങൾ പ്രകാരം ഹിജ്റ 74-ൽ വഫാത്തായി. ഉഹദ് യുദ്ധത്തിലെ സംഭവങ്ങൾ മദീനയുടെ അടുത്തുള്ള ഗോത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. അങ്ങനെ മുസ്ലിങ്ങളെ ദുർബലരായി ഗണിച്ചുകൊണ്ട് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടവരിൽ ബലു ലഹിയാൻ ഗോത്ര തലവൻ ഖാലിദ് ബിൻ സുഫിയാൻ ഹസാലി ലഹിയാനിയും ഉണ്ടായിരുന്നു. ചില നിവേദനങ്ങളിൽ ഇയാളുടെ പേര് സുഫിയാൻ ബിൻ ഖാലിദ് എന്നാണ് വന്നിട്ടുള്ളത്. ഏതായാലും മുസ്ലിങ്ങൾക്ക് നഷ്ടം സംഭവിച്ച് അധികം നാളുകളായിട്ടില്ല. അതിനാൽ തന്നെ എന്തുകൊണ്ട് അവരുടെ ദൗർബല്യത്തെ മുതലെടുത്ത് അവരെ ആക്രമിച്ചുകൊണ്ട് മദീനയെ കൊള്ളയടിക്കുകയും അങ്ങനെ തങ്ങളെ അടയാളപ്പെടുത്തുകയും ചെയ്തുകൂടാ എന്ന് അയാൾ ചിന്തിച്ചു. അയാൾക്കുള്ളിൽ ഇസ്ലാം വിരോധം നല്ലപോലെ വേരൂന്നിട്ടുണ്ടായിരുന്നു. വലിയ അഹങ്കാരിയുമായിരുന്നു.
അയാൾ നഖ്ലയിലെയോ റിഫാത്തിനടുത്ത് അർണ താഴ്വരയിലെയോ സൈന്യം സജ്ജമാക്കുകയും തൻ്റെ ഗോത്രത്തിലെ യുദ്ധവീരന്മാരെയും അടുത്തുള്ള ആളുകളെയും മുസ്ലിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂട്ടാനുള്ള നീക്കം നടത്തുകയും കൊണ്ടിരുന്നു. സുഫിയാൻ ബിൻ ഖാലിദ് മദീനയെ ആക്രമിക്കാൻ ഒരു സൈന്യത്തെ തയ്യാറാക്കുന്നുണ്ടെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞപ്പോൾ തികച്ചും വ്യതിരിക്തമായ ഒരു സൈനിക നീക്കം നടത്തുകയാണ് ഉണ്ടായത്. അത് സുഫിയാനെതിരിൽ ഒരു സൈന്യത്തെ അയച്ച് ഇരുഭാഗത്തും രക്തച്ചൊരിച്ചൽ ഉണ്ടാക്കുന്നതിന് പകരം കലാപത്തിന് വേണ്ടി സൈന്യത്തെ തയ്യാറാക്കുന്ന തലവനെ യുക്തിപൂർവ്വം അവസാനിപ്പിക്കാമെന്ന് പദ്ധതിയിട്ടു. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അപകടകരവും എന്നാൽ സുപ്രധാനവുമായ നീക്കത്തിന് വേണ്ടി തൻ്റെ ധീര സഹാബിയായ ഹദരത്ത് അബ്ദുല്ലാ ബിൻ ഉനൈസിനെയാണ് തിരഞ്ഞെടുത്തത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദരത്ത് അബ്ദുല്ലാ ബിൻ ഉനൈസിനെ വിളിച്ചു സുഫിയാൻ ബിൻ ഖാലിദിൻ്റെ എല്ലാ പദ്ധതികളെയും പറ്റി സവിശദം വിവരിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിശബ്ദനായി പോയി അയാളെ വധിക്കണം. അബ്ദുള്ള തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് അയാളുടെ രൂപഭാവങ്ങൾ പറഞ്ഞു തന്നാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിനക്ക് അയാളെ കാണുമ്പോൾ ഭയമുണ്ടാകുകയും കണ്ട മാത്രയിൽ തന്നെ ശൈത്താൻ ഓർമ്മ വരികയും ചെയ്തതാണ്. അബ്ദുള്ള പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ഇന്നേ വരെ ആരെയും ഭയപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശരി തന്നെ, പക്ഷെ ഇയാളെ കാണുമ്പോൾ തന്നെ താങ്കളുടെ രോമകൂപങ്ങൾ എഴുന്നു നിൽക്കുന്നതാണ്. അങ്ങനെ ഹിജ്റ 4-ാം വർഷം മുഹറം 5-ന് അദ്ദേഹം ഒറ്റയ്ക്ക് ഈ പദ്ധതി നിറവേറ്റാൻ പുറപ്പെട്ടു. അബ്ദുള്ള പറയുന്നു, ഞാൻ അറഫാത്തിനടുത്തുള്ള താഴ്വാരയായ അർണയിലെത്തിയപ്പോൾ സുഫിയാൻ ഒരു വടിയും ഊന്നി പിടിച്ച് നടക്കുന്ന കണ്ടു. അയാൾക്ക് പിന്നിൽ വിവിധ ഗോത്രങ്ങളിലെ ആളുകളുമുണ്ടായിരുന്നു. അവരൊക്കെ അയാളുമായി ബന്ധം സ്ഥാപിച്ചവരായിരുന്നു. അയാൾ ഊന്നുവടി പിടിക്കാൻ കാരണം വൃദ്ധനായതുകൊണ്ടായിരുന്നില്ല, മറിച്ച് ഊന്നുവടി കയ്യിൽ വെക്കുന്നത് അക്കാലത്ത് നാട്ടു നടപ്പായിരുന്നു. അബ്ദുള്ള തുടരുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ പറ്റി പറഞ്ഞു തന്നിരുന്നത് കാരണം ഞാൻ അയാളെ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. കാരണം ആരെയും ഭയപ്പെട്ടിട്ടില്ലാത്ത ഞാൻ അയാളെ കണ്ടത് ഭയപ്പെട്ടു പോയി. അള്ളാഹുവും അവൻ്റെ റസൂലും സത്യമാണ് പറഞ്ഞതെന്ന് ഞാൻ മനസ്സാൽ പറഞ്ഞു. അസറിൻ്റെ സമയമായിരുന്നു അത്. ഞാൻ അയാൾക്ക് മുന്നിൽ പെട്ടാൽ എൻ്റെ അസർ നമസ്കാരം ബാക്കിയാകുമോ എന്ന് ഞാൻ ശങ്കിച്ചു. അതുകൊണ്ട് ഞാൻ അസർ നമസ്കരിച്ചു. ഞാൻ അതേ അവസ്ഥയിൽ അയാളുടെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. കൂടെ തലകൊണ്ട് അംഗരൂപത്തിൽ നമസ്കാരവും അനുഷ്ഠിച്ചുകൊണ്ട് ഇരുന്നു. അങ്ങനെ ഞാൻ അയാളുടെ അടുത്തെത്തിയപ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ പറഞ്ഞു, ഞാൻ ബനു ഖുസാ ഗോത്രക്കാരനാണ്. നിങ്ങൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ സൈന്യത്തെ സ്വരുക്കൂട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയാനിടയായി. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ചേരാൻ വന്നതാണ് ഞാൻ. അയാൾ പറഞ്ഞു, തീർച്ചയായും ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെതിരിൽ സൈന്യത്തെ സംഘടിപ്പിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറേ നേരം അയാളോടൊപ്പം നടന്നുകൊണ്ടിരുന്നു. ഞാൻ അയാളോട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ എൻ്റെ സംസാരത്തിൽ താല്പര്യം കാണിക്കേണ്ടത്. സുഫിയാൻ ബിൻ ഖാലിദ് പറഞ്ഞു, മുഹമ്മദിന് എന്നെപ്പോലെ ഒരാളുമായി ഇതുവരെ ഏറ്റുമുട്ടേണ്ടി വന്നിട്ടില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുവരെ കിട്ടിയവരൊക്കെ യുദ്ധത്തിൽ പ്രാവീണ്യമില്ലാത്തവരാണ്. അവസാനം അയാൾ തൻ്റെ കൂടാരത്തിലെത്തിയപ്പോൾ കൂടെയുള്ളവർ 4 പേരും പോയി കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഖുസായി സഹോദര, അടുത്തേക്ക് വരൂ. ഞാൻ അയാളുടെ അടുക്കലെത്തിയപ്പോൾ പറഞ്ഞു, ഇരിക്കൂ. ഞാൻ അയാളുടെ അടുക്കൽ തന്നെ ഇരുന്നു. അങ്ങനെ നേരം നല്ല പോലെ ഇരുട്ടുകയും എല്ലാ ആളുകളും ഉറങ്ങുകയും ചെയ്തപ്പോൾ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് അയാളെ വകവരുത്തി തല കൈക്കലാക്കി അവിടെ നിന്ന് പുറപ്പെട്ട് അടുത്ത ഒരു മലയുടെ ഗുഹയിൽ ഒളിച്ചിരുന്നു. കുറച്ച് ആളുകൾ അന്വേഷിച്ച് ഗുഹ വരെ എത്തിയെങ്കിലും ഒന്നും കിട്ടാതെ നിരാശരായി മടങ്ങിപ്പോകുകയുണ്ടായി. അതിനുശേഷം ഞാൻ ഗുഹക്കുള്ളിൽ നിന്ന് പുറത്തെത്തി യാത്ര തിരിച്ചു. ഞാൻ രാത്രി യാത്ര ചെയ്തും പകൽ ഒളിച്ചിരുന്നു. അവസാനം മദീനയിലെത്തി. എന്നെ കണ്ടതും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനിയന്ത്രിതമായി പറഞ്ഞു, അഫ്ലഹൽ വജ്ഹു, അതായത് ഈ മുഖം വിജയിച്ചിരിക്കുന്നു. നോക്കൂ, അദ്ദേഹം വളരെ വിനയാന്വിതനായും വളരെ യുക്തിപൂർവവും ആണ് ആ വചനം പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തുടർന്ന് പറഞ്ഞു, അഫ്ലഹ വജ്ഹുക യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കളുടെ മുഖമാണ് വിജയിച്ചത്. അതായത് ഈ വിജയങ്ങളെല്ലാം തന്നെ അങ്ങയുടെ ദുആകളുടെ അനുഗ്രഹ ഫലമാകുന്നു.
അതിനുശേഷം അബ്ദുള്ള എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുകയും ആ കലാപകാരിയായ നേതാവിൻ്റെ തല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിൽ വയ്ക്കുകയും ചെയ്തു. ഒരു നിവേദനത്തിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉനൈസ് എത്തുന്നതിന് മുമ്പ് തന്നെ സുഫിയാൻ ബിൻ ഖാലിദിൻ്റെ വധത്തെപ്പറ്റി അറിയിപ്പ് നൽകിയിരുന്നു. ഹദ്റത്ത് അബ്ദുള്ള പറയുന്നു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിജയത്തിൽ സന്തോഷം പ്രകടിച്ചുകൊണ്ട് എനിക്കൊരു വടി നൽകിയ ശേഷം പറഞ്ഞു: സ്വർഗത്തിൽ ഇത് എനിക്കും നിങ്ങൾക്കുമിടയിൽ ഒരു അടയാളമായിരിക്കും. നിങ്ങൾ സ്വർഗത്തിൽ ഇതിൽ ഊന്നി നിൽക്കുന്നതാണ്. പിന്നീട് ഈ വടി എപ്പോഴും അബ്ദുള്ള ബിൻ ഉനൈസിൻ്റെ പക്കലുണ്ടായിരുന്നു. അവസാനം അദ്ദേഹം തൻ്റെ വീട്ടുകാരോട് വസിയത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞു, മരണാസന്ന നിലയിൽ: ഈ വടി എൻ്റെ കഫൻ്റെ ശവക്കച്ചയുടെ അകത്ത് എൻ്റെ ശരീരത്തിനും കഫനും ഇടയിൽ വെക്കണം. അങ്ങനെ വീട്ടുകാർ അദ്ദേഹത്തിൻ്റെ വസിയത്ത് നിറവേറ്റുകയും ചെയ്തു. അബ്ദുള്ള ബിൻ ഉനൈസിന് ദുൽ മഖ്സറ ലാത്തിക്കാരൻ എന്നും പറയാറുണ്ട്. ഹദ്റത്ത് അബ്ദുള്ള ബിൻ ഉനൈസ് 18 ദിവസം മദീനയ്ക്ക് വെളിയിൽ താമസിക്കേണ്ടേ. ശനിയാഴ്ച ദിവസം, അതായത് മുഹറം തീരാൻ 7 ദിവസം ബാക്കിയുള്ളപ്പോൾ തിരിച്ചെത്തുകയുമുണ്ടായി. ഹദ്റത്ത് മിർസ ബഷീർ അഹമ്മദ് സാബ് ഹിജ്റ വർഷം 4 മുഹറം മാസത്തിലുണ്ടായ ഈ സംഭവത്തെപ്പറ്റി ഇപ്രകാരം വിവരിക്കുന്നു: ഖുറൈശികളുടെ പ്രകോപന പ്രവർത്തനങ്ങളും ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് ഉണ്ടായ താൽക്കാലിക പരാജയവും വളരെ ത്വരിതഗതിയിൽ അതിൻ്റെ ഭയാനകമായ ഫലം വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഈ ദിവസങ്ങളിൽ ബനു അസദ് മദീനയിൽ റെയ്ഡ് നടത്താൻ കോപ്പുകൂട്ടുകയായിരുന്നു. ബനു ലഹിയാൻ ഗോത്രത്തിലെ ആളുകൾ തങ്ങളുടെ നേതാവായ സുഫിയാൻ ബിൻ ഖാലിദിൻ്റെ പ്രേരണയാൽ തങ്ങളുടെ സ്വദേശമായ ഒറണയിൽ വലിയൊരു സൈന്യത്തെ ഒരുമിച്ച് കൂട്ടി മദീനയെ ആക്രമിക്കാൻ പദ്ധതി ഇടുന്നുവെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാനിടയാണ്. ഇത് മക്കൾക്ക് വളരെ സമീപമുള്ള സ്ഥലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ നയതന്ത്രജ്ഞനും വിവിധ അറേബ്യൻ ഗോത്രങ്ങളെയും അവരുടെ നേതാക്കന്മാരുടെ ശക്തിയും പ്രഭാവവും നല്ലപോലെ അറിയുന്ന ആളുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വാർത്ത വന്നതും ഈ എല്ലാ ദ്രോഹങ്ങളും കുഴപ്പങ്ങളും ബനു ലഹിയാൻ ഗോത്രത്തിൻ്റെ നേതാവായ സുഫിയാൻ ബിൻ ഖാലിദിൻ്റെതാണെന്നും അയാളെ അതിനിടയിൽ നിന്ന് ഇല്ലാതാക്കിയാൽ ബനു ലഹിയാൻ മദീനയെ ആക്രമിക്കാൻ ധൈര്യപ്പെടുകയില്ലെന്നും സുഫിയാൻ അല്ലാതെ ഇപ്പോൾ മറ്റാർക്കും തന്നെ ഇത്തരം ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം വഹിക്കാനുള്ള കേൾപ്പില്ലെന്നും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിയിരുന്നു. ബനു ലഹിയാനെതിരെ ഒരു സൈനിക സംഘത്തെ അയക്കുകയാണെങ്കിൽ അത് സാധുക്കളായ മുസ്ലിങ്ങൾക്ക് പ്രയാസത്തിനും കൂടാതെ നാട്ടിൽ അത് രക്തരൂക്ഷിത പ്രശ്നങ്ങൾക്ക് ഇടയാക്കാനും കാരണമായേക്കും. അതുകൊണ്ട് ഒരാൾ അവിടെ പോയി അവസരം പാർത്ത് ഈ കുഴപ്പങ്ങളുടെ കേന്ദ്ര ബുദ്ധിയും തായ്വേരുമായ സുഫിയാൻ ബിൻ ഖാലിദിനെ വധിച്ചു വരികയാണ് നല്ലതെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിക്കുകയും ഈ ഉദ്യമത്തിനു വേണ്ടി അബ്ദുള്ള ബിൻ ഉനൈസ് അൻസാരി അയക്കുകയും ചെയ്തു. അബ്ദുള്ള ഒരിക്കൽ പോലും സുഫിയാനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അയാളുടെ രൂപഭാവത്തെ പറ്റി കൊടുത്തുകൊണ്ട് അവസാനം പറഞ്ഞു: ജാഗ്രത വേണം, സുഫിയാൻ ആബദ് ചൂടും ഷെയ്ത്താനാണ്. അങ്ങനെ അബ്ദുള്ള ബിൻ ഉനൈസ് വളരെ തന്ത്രപൂർവ്വം ബനു ലഹിയാൻ്റെ കൂടാരത്തിലെത്തി. അയാളാകട്ടെ മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പിൽ വളരെ ആക്റ്റീവായിരുന്നു. രാത്രി അവസാനം കിട്ടിയപ്പോൾ അദ്ദേഹം സുഫിയാനെ വകവരുത്തുകയുണ്ടായി. ബനു ലഹിയാൻ ഗോത്രത്തിന് ഇതേപ്പറ്റി അറിവ് ലഭിച്ചപ്പോൾ അവർ അബ്ദുള്ളാനെ അന്വേഷിച്ചു പോയെങ്കിലും അദ്ദേഹം പാത്തും പതുങ്ങിയും അവിടെ നിന്ന് രക്ഷപ്പെടുകയുണ്ടായി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ അബ്ദുള്ള ബിൻ ഉനൈസ് എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ രൂപം കണ്ടതും വിജയപൂർവ്വമാണ് തിരിച്ചെത്തിയതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുകയുണ്ടായി: അഫ്ലഹൽ വജ്ഹ്, ഈ മുഖം വിജയശ്രീ ലാളിതൻ്റെതാകുന്നു. ആ സമയത്ത് അബ്ദുള്ള വളരെ സമുചിതമായി ഇങ്ങനെ പ്രതികരിച്ചു: അഫ്ലഹ വജുഹക യാ റസൂലല്ലാ, തിരുദൂതരെ, ഈ എല്ലാ വിജയവും യഥാർത്ഥത്തിൽ അങ്ങയുടേതാകുന്നു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഊന്നുവടി അബ്ദുല്ലാഹിന് സമ്മാനിച്ചുകൊണ്ട് പറഞ്ഞു: ഈ ഊന്നുവടി സ്വർഗത്തിൽ നിനക്ക് ഊന്നി നിൽക്കുന്നതിന് ഉപകാരപ്പെടുന്നതാണ്. അബ്ദുള്ള ഈ ഊന്നുവടി വളരെയേറെ സ്നേഹവായ്പോടെ ആത്മാർത്ഥതയോടെ തൻ്റെ പക്കൽ സൂക്ഷിച്ചു വെക്കുകയും മരണാസന്ന നിലയിൽ തൻ്റെ കൂടെ ഇത് കബറടക്കണമെന്ന് വസിയത്ത് ചെയ്യുകയുണ്ടായി. അത് അങ്ങനെ തന്നെ ചെയ്യപ്പെട്ടു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള വിജയപൂർവ്വം തിരിച്ചു വന്നതിൽ ഇത്രമാത്രം സന്തോഷം പ്രകടിപ്പിച്ചതും അസാധാരണമായ നിലയിൽ ഈ സമ്മാനം നൽകിയതും
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഫിയാൻ ബിൻ ഖാലിദിന്റെ കലാപ പ്രവർത്തനങ്ങളെ വളരെ ഭയാനകമായും അയാൾ കൊല്ലപ്പെടുന്നത് പൊതുസമാധാനം നിലനിർത്താൻ ഒരു അനുഗ്രഹമായും ഗണിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമിൻ്റെ ബദ്ധവൈരികൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൗസുബില്ല സമാധാന ഭംഗമുണ്ടാക്കിയെന്നും മനുഷ്യ ജീവനുകൾ അപായപ്പെടുത്തിയെന്നും ആക്ഷേപിക്കുന്നു. എന്നാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ ജീവനുകളെ സംബന്ധിച്ച് എത്രമാത്രം വിലമതിച്ചിരിക്കുന്നുവെന്നാൽ ശത്രുഗോത്രത്തിലെ ആളുകളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഒരാളെ കൊന്നുകൊണ്ട് മറ്റുള്ളവരുടെ എല്ലാം ജീവൻ രക്ഷിക്കാമെന്ന ഈ ഒരു ഉപായം പോംവഴി കണ്ടെത്തിയത്, അത് കൈക്കൊണ്ടത്. ഇത് മനുഷ്യകുലത്തോടുള്ള സഹാനുഭൂതിയുടെ പാരമ്യമാകുന്നു. ഇന്നത്തെ നാമധാരികളായ മനുഷ്യന്മാർ ഏതാനും ആളുകളെ കൊല്ലാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് നിർദോഷികളായ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധന്മാരെയും കൊന്നൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധങ്ങളിൽ പോലും കുട്ടിയെയും സ്ത്രീകളെയും നേരിട്ട് യുദ്ധത്തിൽ ഭാഗവാക്കാകാത്ത മതവക്താക്കളെയും കൊല്ലരുതെന്ന് കർശനമായി നിഷ്കർഷിച്ചിരുന്നു. ചുരുക്കത്തിൽ ഇതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരിച്ചര്യയും ഇസ്ലാമിക അധ്യാപനങ്ങളും. ഇനി റജഈ സരിയെ പറ്റി വിവരിക്കുന്നതാണ്. ഇതിൻ്റെ വിവരണം നീണ്ടതാണ്, അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ ഇന്ന് കേൾപ്പിക്കാം. ഈ യുദ്ധം അതിൻ്റെ അമീറായ മർസദ് ബിൻ അബി മർസദിൻ്റെ പേരിൽ സരിയ മർസദ് ബിൻ അബി മർസദ് എന്നും അറിയപ്പെടുന്നു. പക്ഷേ റജി എന്നു പേര് തന്നെയാണ് കൂടുതൽ പ്രസിദ്ധം. റജി ബനു ഹുസൈലിലുള്ള ഒരു അരുവിയാണ്. അത് ഹിജാസിൽ സ്ഥിതി ചെയ്യുന്നു. അതിൻ്റെ ഇപ്പോഴത്തെ പേര് ബുത്തയ്യ എന്നാകുന്നു. ഇത് മക്കയിൽ നിന്നും 70 കിലോമീറ്റർ അകലെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ യുദ്ധം ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിൻ്റെ ആരംഭത്തിൽ റജി എന്ന സ്ഥലത്താണ് നടന്നത്. ഇബ്നു ഇസാഖിൻ്റെയും ഇബ്നു ഹിഷാമിൻ്റെയും അഭിപ്രായത്തിൽ ഈ യുദ്ധം ഉഹദ് യുദ്ധത്തിന് ശേഷം 3-ാമത്തെ വർഷമാണ് ഉണ്ടായത്. ബുഖാരിയുടെ വ്യാഖ്യാനമായ ഫതുഹുൽ ബാരിയിലും ചരിത്രഗ്രന്ഥമായ മവാഹിബിലും ഇത് 3-ാം വർഷം അവസാനമാണ് ഉണ്ടായതെന്ന് എഴുതിയിരിക്കുന്നു. നമ്മുടെ റിസർച്ച് സെല്ല് റജി സരിയെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള ഒരു നോട്ടം ഇത് സംബന്ധമായി ശ്രദ്ധാർഹമാണ്. ചില തീയതികളിൽ വ്യത്യാസം കാണുന്നുണ്ട്. ഏതായാലും ഗവേഷകർക്ക് ഇത് ഉപകാരപ്പെട്ടേക്കാം. അതുകൊണ്ട് ഞാൻ അതും ഇവിടെ വായിക്കുന്നതാണ്. ചരിത്ര പുസ്തകങ്ങളിലും നബി ചരിത്രങ്ങളിലും ബുഖാരിയിൽ പോലും റജി സരിയയും വേറെ മൗന സംഭവങ്ങളും തമ്മിൽ കൂടി കലർന്നിട്ടുണ്ട്. നബി ചരിത്രകാരന്മാരിൽ പലരും ഇക്കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിച്ചിട്ടുമുണ്ട്. ഇതിലുള്ള ഒരു അബദ്ധം നബി ചരിത്രകാരന്മാരിൽ അധിക പേരും റജി സരിയ ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിലാണെന്ന് രേഖപ്പെടുത്തുന്നു. ഇതിൻ്റെ വിശദാംശങ്ങൾ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത്. ഹദരത്ത് ഖുബൈബിനെയും ഹദരത്ത് സയ്യിദിനെയും മക്കയിൽ വിൽക്കുകയുണ്ടായി. പക്ഷേ ആദരണീയ മാസങ്ങളായതുകൊണ്ട് മക്കക്കാർ അവരെ തടവറയിൽ പാർപ്പിച്ചു. ആദരണീയ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ രണ്ടുപേരെയും വധിക്കുകയും ചെയ്തു. ഇതാണ് ഭൂരിപക്ഷം നബി ചരിത്രകാരന്മാരും എഴുതിയിട്ടുള്ളത്. പക്ഷെ ആദരണീയ മാസങ്ങൾ 4 എണ്ണമാണ് എന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കുന്ന കാര്യം 3 എണ്ണം തുടർച്ചയായി വരുന്ന ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം എന്നിവയാണ്. എന്നാൽ 4-ാമത്തെ ഹറമിൻ്റെ ആദരണീയ മാസം മുഹറത്തിന് 5 മാസത്തിന് ശേഷം വരുന്ന റജബ് മാസമാണ്. ഈ സരിയ സഫർ മാസത്തിലാണ് ഉണ്ടായതെങ്കിൽ ആദരണീയമായ 3 മാസങ്ങൾ നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി സഫർ മാസത്തിന് 4 മാസങ്ങൾക്ക് ശേഷമാണ് 4-ാമത്തെ ആദരണീയ മാസം വരുന്നത്. അതുകൊണ്ട് ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിലാണ് ഈ സരിയ ഉണ്ടായതെന്ന് പറയുകയാണെങ്കിൽ പിന്നെ ആദരണീയ മാസത്തിലാണ് ഈ യുദ്ധം ഉണ്ടായതെന്ന വാദം ബുദ്ധിക്ക് നിരക്കുന്നതല്ല. അതല്ല, ഇത് ആദരണീയ മാസത്തിലല്ല നടന്നതെങ്കിൽ അവർ രണ്ടുപേരെയും നീണ്ടകാലം തടവിൽ വെച്ചതിന് കാരണം ഏതുമില്ലെന്ന് പറയേണ്ടി വരും. മക്കക്കാരാകട്ടെ അവരെ എത്രയും വേഗം വധിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതികാരാഗ്നി ശമിപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്നവരായിരുന്നത്. എന്നിരിക്കെ അനാവശ്യമായി ഒരു നീണ്ടകാലം അവരെ തടവിൽ വെച്ചുകൊണ്ട് അവരെ തീറ്റിപ്പറ്റുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന ഭാരം തങ്ങളുടെ ശിരസിൽ പേറേണ്ട കാര്യം എന്തായിരുന്നു? ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിലാണ് ഈ സരിയ ഉണ്ടായതെന്ന് പറയുന്ന നബി ചരിത്രകാരന്മാരും മറ്റു ചരിത്രകാരന്മാരും ഈ വിഷയങ്ങൾ എടുക്കുന്നത് പോലുമില്ല. നമുക്ക് മുന്നിൽ 2-ൽ ഒരു വഴിയോ കരണീയമായിട്ടുള്ളൂ. ഒന്നുകിൽ ആദരണീയ മാസങ്ങൾ എന്നതും
ഒരു നീണ്ട സമയം അവരെ തടവിൽ വെച്ചു എന്ന് പറയുന്നതും ശരിയില്ലെന്ന് പറയേണ്ടി വരും. അതല്ലെങ്കിൽ ആദരണീയ മാസങ്ങളിൽ യുദ്ധം തുടങ്ങിയെന്നും അവർ രണ്ടുപേരെയും നീണ്ടകാലം യുദ്ധത്തിൽ തടവിൽ വെച്ചുവെന്നുമുള്ള എല്ലാ നിവേദനങ്ങളും ശരിയാണെന്ന് ഗണിക്കും. അതേസമയം ഭൂരിഭാഗം നബി ചരിത്രകാരന്മാർക്കും മറ്റ് ചരിത്രകാരന്മാർക്കും ഈ സരിയയുടെ സൈനിക നീക്കത്തിന് തീയതിയുടെ കാര്യത്തിൽ അബദ്ധം പറ്റിയെന്നും അവരെ മക്കയിൽ വിൽക്കാൻ കൊണ്ടുവന്ന സമയത്ത് ആദരണീയ മാസങ്ങളിൽ ദുൽഖഅദ ആരംഭിച്ചിരുന്നുവെന്ന് പറയുന്ന ചരിത്രകാരന്മാരുടെ വീക്ഷണമാണ് ശരിയെന്ന് സമ്മതിക്കേണ്ടി വരും. സീറത്തുകളുടെ അതായത് നബി ചരിത്രങ്ങളിൽ പ്രഥമ ഗണനീയമായ ഗ്രന്ഥമായ ഇബ്നു ഇസാഖും പിന്നെ ഇബ്നു ഹിഷാമും സരിയ റജിയിൻ്റെ തീയതി സംബന്ധിച്ച് ഇത് ഉഹദ് യുദ്ധത്തിന് ശേഷം ഹിജ്റ 3-ാം വർഷമാണ് ഉണ്ടായതെന്ന് എഴുതുന്നു. ബുഖാരിയുടെ വിഖ്യാതവും ആധികാരികവുമായ വ്യാഖ്യാതാവായ ഇബ്നു ഹജർ അസ്കലാനി ഫത്ഹുൽ ബാരിയിൽ ഈ സംഭവം ഹിജ്രി 3-ാം വർഷം അവസാനമാണ് ഉണ്ടായതെന്ന് എഴുതുന്നു. ഈ ഉദ്ധരണിയുടെ വെളിച്ചത്തിൽ മറ്റൊരു പ്രാമാണിക യോഗ്യമായ നബി ചരിത്രമായ മവാഹിബുൽ ദുനിയ ഇതുതന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ സരിയ ഹിജ്രി 3-ാം വർഷം ഷവാൽ മാസം അവസാനമാണ് ഉണ്ടായതെന്ന് എഴുതിയിട്ടുള്ളത് കൂടുതൽ ശരിയാണെന്ന് തോന്നുന്നു. ഹിജ്രി 4-ാം വർഷം സഫർ മാസത്തിലാണ് ഹദരത്ത് ഖുബൈബിനെയും സയ്യിദിനെയും ഷഹീദാക്കിയത്. അവർ ഷാദിബിനും മദീനയിലെത്തിയപ്പോൾ നിവേദനങ്ങളിൽ ഈ തീയതിക്ക് പതിയെ പതിയെ കൂടുതൽ പ്രബലത കിട്ടിയതായിരിക്കാം. ഏതായാലും അള്ളാഹുവിനെ നന്നായി അറിയിക്കുള്ളൂ. ഈ സരിയയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പറയുന്നു, കഴിഞ്ഞ സരിയ അതായത് സരിയ അബ്ദുല്ല ബിൻ ഉനൈസിനെ പറ്റിയുള്ള വിവരണത്തിൽ ബനു ലൈഹാന്റെ നേതാവായ സുഫിയാൻ ബിൻ ഖാലിദിന്റെ വധത്തെപ്പറ്റി പറഞ്ഞത്. അതേ തുടർന്ന് ഈ ഗോത്രം പ്രതികാരാഗ്നിയെ ആളിക്കത്തുകയും എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ ഇതിന് പകരം ചോദിക്കുക എന്ന ഗാഠചിന്തയിൽ മുഴുകിയിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഗോത്രത്തിലെ ചില ആളുകൾ ഗസൽ കാര ഗോത്രങ്ങളുടെ അടുക്കലെത്തി. ഇവർ അമ്പെയ്ത്തിൽ അഗ്രഗണ്യരായിരുന്നു. ഗസൽ ഗോത്രം ബനു ഹയൂൻ ബിൻ ഖുസൈമ ഗോത്രത്തിന് ശാഖയായിരുന്നു. ഇത് ഗസൽ ബിൻ ദേശിൻ്റെ ആളുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പാറയും ഹൗനിൻ്റെ ഒരു ശാഖയായിരുന്നു. അവരും ദേശിൻ്റെ ആളുകളായിട്ടാണ് അറിയപ്പെട്ടിരുന്നത്. ബനു ലഹിയാൻ പറഞ്ഞു, നിങ്ങൾ മദീനയിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയി കുറച്ച് ആളുകളെ നിങ്ങളുടെ ഗോത്രത്തിൽ ഇസ്ലാമിനെ പറ്റി പ്രചാരണം നടത്താൻ നിങ്ങളുടെ കൂടെ അയക്കണമെന്ന് വേണ്ടി അപേക്ഷിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൂട്ടുകാരിൽ കുറച്ചു പേരെ നിങ്ങളുടെ കൂടെ അയക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. അങ്ങനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കുറച്ച് ആളുകൾ നിങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾ അവരെ മക്കയുടെ അടുക്കൽ എത്തുമ്പോൾ മക്കക്കാർക്ക് വിളിക്കണം. അതിനു പകരമായി മക്കക്കാർക്ക് നിങ്ങൾ വലിയ തുക നൽകുന്നതാണ്. മക്കക്കാർ അവരെ കൊന്നൊടുക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ ഞങ്ങളുടെ പ്രതികാരവും പൂർത്തിയാകുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സമ്പത്തിൽ നിന്നൊരു പങ്ക് തരികയും ചെയ്യാം. അങ്ങനെ ഈ പ്രഖ്യാപിത പദ്ധതിയുമായി ഗസൽ കാറ ഗോത്രങ്ങളിലെ 7 ആളുകൾ സംഘമായി മദീനയിലെത്തി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമക്ഷം വന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രത്തിൽ ഇസ്ലാമിനെ പറ്റി വലിയ മതിപ്പാണുള്ളത്. അതുകൊണ്ട് അവിടെ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ നിങ്ങളുടെ കുറച്ചാളുകളെ അയച്ചു തന്നാലും ഇതിനിടയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 10 പേരടങ്ങുന്ന ഒരു സംഘത്തെ മക്കൾക്ക് ചുറ്റുവട്ടത്ത് നിരീക്ഷണം നടത്തി എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് അവലോകനം നടത്താൻ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ അഭ്യർത്ഥന വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രസ്തുത 10 പേരെയും അവരോടൊപ്പം പറഞ്ഞൊരുക്കുകയുണ്ടായി. മറ്റൊരു നിവേദനത്തിൽ 7 പേരെയാണ് അയച്ചതെന്ന് പറയുന്നു. ഇബ്നു ഹിഷാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 6 പേരെയാണ് അയച്ചതെന്ന് എഴുതിയിട്ടുണ്ട്. അതേസമയം ഇബ്നു സാദ് അവർ 10 പേർ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. അതിൽ 7 ആളുകളുടെ പേരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സഹീഹ് ബുഖാരിയിൽ 10 പേരെ സംബന്ധിച്ച് പരാമർശമുണ്ട്. ഭൂരിഭാഗം നബി ചരിത്രങ്ങളിലും 10 സഹാബാക്കളെ പറ്റി പറയുന്നുണ്ടെങ്കിലും 7 സഹാബാക്കളുടെ പേര് മാത്രമേ കാണുന്നുള്ളൂ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആസിം ബിൻ സാബിദിനെ ചില നിവേദനങ്ങൾ പ്രകാരം മർസദ് ബിൻ അബി മർസദിനെ അമീറായി നിശ്ചയിക്കുകയുണ്ടായി. ഹസരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു വിവരിക്കുന്നു, ഹിജ്റ 4-ാം വർഷം അറേബ്യയിലെ 2 ഗോത്രങ്ങളായ ഗസലും കാറയും തങ്ങളുടെ പ്രതിനിധികളെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അയച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ഗോത്രങ്ങളിൽ നിരവധി ആളുകളിൽ ഇസ്ലാമിലേക്ക് ചായവുള്ളവരാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പറ്റി നല്ലപോലെ അറിയുന്ന കുറച്ച് ആളുകളെ അയച്ചുകൊണ്ട് അവർക്കിടയിൽ പുതിയ മതത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അയച്ചു തന്നാലും. ഇത് വാസ്തവത്തിൽ ഇസ്ലാമിൻ്റെ ബദ്ധശത്രുക്കളായ ബനു ലഹിയാൻ ചെയ്ത ഒരു കുതന്ത്രമായിരുന്നു. ഈ പ്രതിനിധികൾ മുസ്ലിങ്ങളെയും കൊണ്ടുവരുമ്പോൾ അവരെ കൊന്നുകൊണ്ട് തങ്ങളുടെ നേതാവായ സുഫിയാൻ ബിൻ ഖാലിദിൻ്റെ ചോരയ്ക്ക്
പ്രതിവിധി ആക്കാമെന്നാണ് അവർ കരുതിയത്. അങ്ങനെ അവർ ഫസലിൻ്റെയും കാറയുടെയും പ്രതിനിധികളെ മുസ്ലിങ്ങളെ കൂട്ടിക്കൊണ്ടുവരാൻ വലിയ വലിയ സമ്മാനങ്ങൾ നൽകാമെന്ന് പ്രതീക്ഷയും നൽകി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് അയക്കേണ്ടത്. അങ്ങനെ ഫസലിൻ്റെയും കാറയുടെയും ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലെത്തി അപേക്ഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ട് അവർക്ക് ഇസ്ലാമിൻ്റെ വിശ്വാസാദർശങ്ങളെപ്പറ്റി പഠിപ്പിക്കാൻ 10 പേരെ അയക്കുകയുണ്ട്. അങ്ങനെ അവർ പോയി. അതിനുശേഷമുള്ള സംഭവങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വിവരിക്കുന്നതാണ്. ഇന്ന് ഞാൻ വീണ്ടും പ്രത്യേകമായും യമനിലെ തടവിൽ കഴിയുന്നവർക്ക് വേണ്ടി ദുആക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും അവരിലെ ഒരു മഹിള, അവർ സദർലജനയുമായില്ല ആണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. അവർ വളരെ പ്രയാസത്തിലാണ് ജയിലിൽ വെച്ചിട്ടുള്ളത്. അവർ അധികൃതർ പറയുന്നത് അംഗീകരിക്കാൻ തയ്യാറാകാത്ത മറ്റു ചിലരെയും തടവിലാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി പ്രത്യേകമായും ദുആ ചെയ്യുക. അള്ളാഹു എത്രയും വേഗം അവരുടെ മോചനത്തിലുള്ള വഴി ഒരുക്കുമാറാകട്ടെ. പാകിസ്ഥാനിലെ തടവറയിൽ കഴിയുന്നവരുടെ മോചനത്തിന് വേണ്ടിയും ദുആ ചെയ്യുക. ഫലസ്തീനിലെ ആളുകൾക്ക് വേണ്ടിയും ദുആ ചെയ്യുക. അവിടെ അവസ്ഥകൾ നന്നായി വരുന്നു എന്ന് തോന്നുമ്പോൾ പിന്നെ അത് വീണ്ടും മോശമായി വരുന്നു. ഇസ്രായേൽ സർക്കാർ അഹങ്കാരത്തോടെയാണ് പെരുമാറുന്നത്. അള്ളാഹു എത്രയും വേഗം ഇവരുടെ ദ്രോഹങ്ങളിൽ നിന്നും അവരെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. മുസ്ലിങ്ങൾക്ക് തങ്ങളുടെ കടമ നിറവേറ്റാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.